1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനിടയിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു പടക്കപ്പൽ INS ഖുക്രി ഒരു പാക് അന്തർവാഹിനി മുക്കിക്കളഞ്ഞു. ആ മുക്കിക്കളഞ്ഞ പാക് അന്തർവാഹിനിയുടെ പേരാണ് ഹങ്കോർ. അതേ പേരുള്ള മറ്റൊരു ഹങ്കോറാണ് ഇപ്പോൾ ഇന്ത്യയുടെ അതിർത്തിയിലുള്ള ബംഗാൾ ഉൾക്കടലിൽ നങ്കൂരമിടാനായി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ചൈനയിൽ നിന്നും 8 ഹങ്കോർ ടൈപ്പിൽപ്പെടുന്ന അന്തർവാഹിനികൾ പാകിസ്ഥാൻ വാങ്ങിയത്. ഇത് കറാച്ചിയിൽ എത്തുകയും ചെയ്തിരുന്നു. ഇതിൽ ഒരു അന്തർവാഹിനിയാണ് ഇപ്പോൾ ഇന്ത്യയുടെ സമീപത്തായി ബംഗാൾ ഉൾക്കടലിൽ വിന്യസിക്കാനായി ഇപ്പോൾ പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നത്. 20 ദിവസത്തോളം വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടക്കുവാൻ ശേഷിയുള്ള അന്തർവാഹിനി കൂടിയാണ് ഇത്. ഇന്ത്യയുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡ് സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്കും ഇടയിലായിട്ടായിരിക്കാം ഇതിനെ പ്ലേസ് ചെയ്യാൻ പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് ഇന്ത്യ കരുതുന്നത്. ഏതായാലും ഇന്ത്യ കനത്ത ജാഗ്രതയിലാണ്. മുൻപ് ഈ അന്തർവാഹിനി ശ്രീലങ്കൻ തുറമുഖത്ത് ഡോക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ത്യ അത് കണ്ടെത്തുകയും അവിടുന്ന് അവരെ തുരത്താനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ ആ അന്തർവാഹിനി നീങ്ങിയിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ എത്തുകയാണെങ്കിൽ അത് ഈ ആൻഡമാൻ നിക്കോബാറിന് സമീപമായിരിക്കാം ഒരുപക്ഷെ ഈ പാകിസ്ഥാൻ ഈ അന്തർവാഹിനിയെ വിന്യസിക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് ഇപ്പോൾ വിവിധ റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.